മണ്ടപ്പ സുമാറല്ല. നമുക്കൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. ആരാണോ ഇതിനകത്ത് പെറ്റാടുന്നത്? കസവ് നേരിട്ടോ. എന്നെ നോക്കണ്ട, ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രാവശ്യമാണ് ക്യാമറ ലുക്ക്. മതി മതി. ഇല്ല താനിപ്പോൾ എടുക്കണ്ട, സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സഞ്ജേട്ടാ. ഇവിടെ ഫോട്ടോ ഫോട്ടോ കിട്ടിയില്ല. വന്നപ്പോൾ ഭയങ്കര ഷോണല്ല ബൈ. വായന പൂജിക്കണോണ്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാരല്ല ഇട്ടേക്ക്. ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റവരാണോ അതിനകത്ത്? എന്താ ചേട്ടാ ദക്ഷിണ കൊടുക്കാറായി. പത്മാ പറഞ്ഞിട്ട് അടിച്ചേ. വേഗം വരാൻ പറഞ്ഞു. ബാല, ഊണ് കഴിയോടെ തന്നെ എല്ലാരും ബസ്സേ കയറ്റിക്കോടാം. ഞാൻ അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട. ആ ചെല്ല് ചെല്ല്. നമസ്കാരമുണ്ട്. ഞാൻ പെണ്ണിന്റെ വകയിലൊരു കൊച്ചനാ. ചെറുക്കൻ നല്ല മിടുക്കൻ ചെറുക്കനാ. ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നത്. എങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് മതി, അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഒരു വിധി. പിന്നെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എന്നെ കെട്ടാൻ തയ്യാറായതിന്റെ അത് വലിയൊരു കാര്യം. എന്ത് കാര്യങ്ങൾ? അല്ല, അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കൻ കെട്ടാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അറിഞ്ഞിട്ടില്ലേ? അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ഇതിനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളങ്കം ചേട്ടനാണ് അല്ലേ? അതുകൊണ്ടാ. പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ. അത്രേ ഉള്ളൂ. അതെ, ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ കാണാം. നമുക്ക് കല്യാണം കഴിയട്ടെ. കാണാതെ പിന്നെ നീ വന്നെ. അതെ, ഈ പെണ്ണിനെന്തോ ബന്ധുള്ളെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ. കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത്. എൻ്റെ ആങ്ങളെ കല്യാണം കൊണ്ടതിൻ്റെ ക്രിമേഡിയാണ് നിങ്ങൾക്ക്. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ. എന്നാൽ എന്തോ ഒരു വന്തികേടും ഉണ്ട്.